അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസുൽ ഇഹ്സാനിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു വെക്കേണ്ട പാഠഭാഗങ്ങൾ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾ. ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്, അയൽവാസികൾ, വിരുന്നൂട്ടൽ, അദബ് വേണം ഭോജനത്തിലും. ഈ 4 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ 4 പാഠങ്ങളുടെയും ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിർബന്ധമായും ഓരോ പാഠങ്ങളും ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് വായിക്കുകയും എഴുതാനുള്ള ഭാഗങ്ങൾ എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്നുകൂടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരാണ് കുടുംബക്കാർ, കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാം, കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. നമുക്ക് പാഠമൊന്ന് വായിക്കാം. ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ്. കുടുംബ ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ആരാണ് നമ്മുടെ കുടുംബക്കാർ? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഈ ഒരു ഭാഗം വിദ്യാർത്ഥികൾ അടിവരയിട്ട് പഠിച്ചു വെക്കണം. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം. അങ്ങനെ അവരുമായി ബന്ധം പുലർത്തുമ്പോൾ അത് അള്ളാഹുവിനിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ കുടുംബ ബന്ധം പുലർത്തിയാൽ, കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? താഴെ പറയുന്ന പോയിന്റുകൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കാണാതെ പഠിക്കണം. ഒന്നാമത്തെ നേട്ടം എന്താണ്? റിസ്ക് വിശാലമാകും. നമ്മൾ കുടുംബ ബന്ധം പുലർത്തിയാൽ അല്ലാഹു തആല നമ്മുടെ റിസ്കിൽ വിശാലത ചെയ്യും. നമുക്ക് വേണ്ട ഭക്ഷണം, നമുക്ക് വേണ്ട പാർപ്പിടം, നമുക്ക് വേണ്ട വസ്ത്രം, അങ്ങനെ നമ്മുടെ ജീവിത മാർഗങ്ങളിൽ അല്ലാഹു തആല വിശാലത ചെയ്തു തരും. അതേപോലെ രണ്ടാമത്തെ നേട്ടം എന്താണ്? ആയുസ് കൂടും. കൂടുതൽ കാലം ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരും, ഭാഗ്യം തരും. മൂന്നാമത്തെ നേട്ടം എന്താണ്? സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. കാരണം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ. ആ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കാരണം കൂടെയാകും അത്. അടുത്തത്, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. നമ്മൾ ഇടക്കിടക്ക് കുടുംബ ബന്ധം പുലർത്തുമ്പോൾ അവരും നമ്മളും തമ്മിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കും. ഇനി കുടുംബക്കാരുമായി എങ്ങനെയാണ് നമുക്ക് ബന്ധം പുലർത്താൻ പറ്റുക? ഒന്ന്, കുടുംബക്കാരെ സൽക്കരിക്കുക. ഇടക്ക് അവരെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുക, എന്നിട്ട് അവരെ സൽക്കരിക്കുക. അവർക്ക് സദഖ ചെയ്യുക. കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. നമ്മുടെ കുടുംബക്കാരിൽ ആരെങ്കിലും വല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അവർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക. രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവരുടെ വീടുകളിൽ നടക്കുമ്പോൾ അതിൽ പോയി നമ്മൾ പങ്കുകൊള്ളുക. എന്നിട്ട് അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുക. അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വല്ല രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വല്ല പ്രയാസങ്ങളോ വരുമ്പോൾ അവിടെ പോയി അവരെ ആശ്വസിപ്പിക്കുക. അവർ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുടുംബ ബന്ധം പുലർത്തേണ്ടത്. ഈ പോയിന്റ്സുകളും വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണാതെ പഠിക്കണം. ഇതിൽ നിന്ന് 2ഓ 3ഓ ഒക്കെ പോയിന്റ്സുകൾ എഴുതാൻ നിർബന്ധമായും വരും. അതുകൊണ്ട് എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് പോയിന്റ്സുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. ഇനി വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ. ചുരുക്കത്തിൽ കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത് വളരെ പുണ്യമായ ഒരു കാര്യമാണ്. കുടുംബബന്ധം പുലർത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞത്. ആരാണ് കുടുംബക്കാർ എന്ന് പറഞ്ഞു, എങ്ങനെയാണ് കുടുംബബന്ധം പുലർത്തേണ്ടത് എന്നും പറഞ്ഞു. ഇനി ഇതിന്റെ തദ്രീബാത്ത് നോക്കാം. ഉത്തരം എഴുതാം. കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4 എഴുതുക. കണ്ടോ, 4 എഴുതാനുണ്ട്. ഒന്നാമത്തത് റിസ്ക് വിശാലമാകും, 2 ആയുസ് കൂടും, 3 സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, 4 നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. ഒരുപക്ഷെ നമുക്ക് ഉത്തരങ്ങൾ അറിയുമായിരിക്കും, പക്ഷേ അത് എഴുതാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് എഴുതി പരിശീലിക്കുകയും വേണം. രണ്ടാമത്തെ ചോദ്യം, കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ 4. ഇവിടെ നമ്മൾ ധാരാളം മാർഗങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് ഏതെങ്കിലും 4 എഴുതിയാൽ മതി. കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സദഖ ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സന്ദർശിക്കുക. ഇനിയും താഴെ പറയുന്നുണ്ട്, ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഇനി ആരാണ് കുടുംബക്കാർ? നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ആ നിർവചനം വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇനി അടുത്തത്, കുടുംബക്കാർക്ക് സദഖ ചെയ്താൽ ലഭിക്കുന്ന കൂലി. നമ്മൾ സദഖ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മുന്തിക്കേണ്ടത് ആരെയാണ്? പുറത്തുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ മുന്തിക്കേണ്ടത് നമ്മുടെ കുടുംബക്കാരെയാണ്. അങ്ങനെ കുടുംബക്കാർക്ക് നമ്മൾ സദഖ ചെയ്യുമ്പോൾ 2 പ്രതിഫലം അല്ലാഹു തആല തരും. ഒന്ന് സദഖ ചെയ്ത പ്രതിഫലവും അതുപോലെ കുടുംബബന്ധം പുലർത്തിയ പ്രതിഫലവും ലഭിക്കും. അങ്ങനെ കുടുംബക്കാർക്ക് സദഖ ചെയ്യുമ്പോൾ അതിലൂടെ 2 പ്രതിഫലം അല്ലാഹു തആല നമുക്ക് തരുന്നുണ്ട്. ഇനി ഇവിടെ കുടുംബമരം വരക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും, നമ്മുടെ വലിയുമ്മ മുതൽ നമ്മുടെ ഉപ്പ ഉമ്മ, അങ്ങനെ ആ ഒരു കുടുംബമരം വിദ്യാർത്ഥികൾ വരച്ച് പരിശീലിക്കുക. ഇതാണ് ഒന്നാമത്തെ പാഠം. ഇനി അടുത്തത് പാഠം 2, അയൽവാസികൾ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, ആരാണ് അയൽവാസികൾ, അയൽവാസികളോടുള്ള കടമകൾ എന്തൊക്കെയാണ്, അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയും കൂടെ ഈ പാഠത്തിലുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൂട്ടുകാരെ, നമ്മുടെ അടുത്ത വീടുകളിൽ പ്രയാസമുണ്ടാവുമ്പോൾ സഹായത്തിനു വേണ്ടി നാം അവിടെ ഓടിയെത്താറില്ലേ? നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. ആരാണ് നമ്മുടെ അയൽവാസികൾ എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. അവരാണ് നമ്മുടെ അയൽവാസികൾ. ഈ ഒരു ഭാഗം വിദ്യാർത്ഥികൾ അടിവരയിട്ട് പഠിച്ചു വെക്കണം. നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. നല്ല 2 അയൽവാസികളെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു കഥ പറയാം. കഥ ശ്രദ്ധിക്കണേ. വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസാനിൽ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്ന ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടി ഉറപ്പിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ജൂതനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രയാസം കാരണം ആ ജൂതൻ തന്റെ വീട് വിൽപ്പനക്ക് വെച്ചു. 2000 നാണയമായിരുന്നു അദ്ദേഹം അതിന് ആവശ്യപ്പെട്ട വില. പക്ഷേ അതിന് 1000 നാണയമാണ് വില എന്നും 2000 അധികമാണെന്നും കച്ചവടക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വീടിന്റെ വില 1000 നാണയമാണ്. 1000 നാണയം എന്റെ നല്ല അയൽപക്കത്തിനുള്ള വിലയാണ്. ആരാണ് നിങ്ങളുടെ അയൽവാസി എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണെന്ന് ആ ജൂതൻ മറുപടി പറഞ്ഞു. ഈ സംഭവം അറിഞ്ഞ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വീടിന്റെ വില ജൂതന് നൽകുകയും വീട് വിൽക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അയൽപക്ക ബന്ധങ്ങളൊക്കെ, അയൽപക്ക കടമകളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹാനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജൂതൻ തന്റെ അയൽവാസിയെ കുറിച്ച് പറഞ്ഞ പ്രശംസ നമ്മൾ ഈ കഥയിലൂടെ കേട്ടു. അങ്ങനെ നല്ല ഒരു അയൽവാസിയാവാൻ നമുക്ക് സാധിക്കണം. എന്താണ് ഈ കഥയിലെ ഗുണപാഠങ്ങൾ? താഴെ പറയുന്നുണ്ട്. അയൽവാസികളെ സ്നേഹിക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം,
അയൽവാസി ഏത് മതവിശ്വാസിയായാലും നാം ഗുണം മാത്രം ചെയ്യണം. ഈ കഥയിൽ പറഞ്ഞ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസി മുസ്ലിമാണോ? അല്ല, ജൂതനായ ഒരാളായിരുന്നു. എന്നിട്ട് പോലും മഹാനവറുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിനൊരു പ്രയാസമുണ്ടായപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. അയൽവാസി ഏത് മതക്കാരനായാലും അവരെ നാം സ്നേഹിക്കുകയും അവരെ നാം ബഹുമാനിക്കുകയും അവർക്ക് വല്ല പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ പ്രയാസത്തിൽ നമ്മളും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും വേണം. എന്തൊക്കെയാണ് അയൽവാസിയോടുള്ള കടമകൾ? ഒന്ന്, അവരെ വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ കാരണം അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക. അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് നമ്മൾ പുറത്തു കൊടുക്കുക. അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. ഇതൊക്കെ ഒരു അയൽവാസിയോടുള്ള കടമകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൈസൽ മുഅ്മിനുല്ലദി യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, പക്ഷേ നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല, പ്രയാസത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ സഹായിക്കണം. അല്ലാതെ അവരെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ പാഠത്തിൽ നമ്മൾ അയൽവാസികളോടുള്ള കടമകൾ പഠിച്ചു. ആ കടമകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി തദ്രീബാത്ത് നോക്കാം, ഉത്തരം എഴുതാം. ആരാണ് നമ്മുടെ അയൽവാസികൾ? തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. രണ്ടാമത്തത്, അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ 4 എണ്ണം എഴുതുക. ഇവിടെ നമ്മൾ കുറെ കടമകൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് 4 എണ്ണം. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക. വേറെയുമുണ്ട്, 4 എണ്ണം എഴുതുക. അടുത്തത് ഉസ്താദിനോട് അന്വേഷിക്കാം. അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മെ പഠിപ്പിച്ചതാണ് അയൽവാസികളോടുള്ള കടമകൾ. ആ കടമകൾ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് ഒരു പെർഫെക്റ്റ് മുസ്ലിം അല്ലെങ്കിൽ ഒരു പരിപൂർണ വിശ്വാസി എന്ന് തന്നെ പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മളായി പോകും. അതുകൊണ്ട് അയൽവാസികളോടുള്ള കടമകൾ നമ്മൾ നിർവഹിച്ചേ മതിയാകൂ. അനുഭവം പറയാം. അയൽവാസിയോട് മര്യാദയോടെ പെരുമാറിയ ഒരു അനുഭവം അത് ഓരോരുത്തരും സ്വന്തമായിട്ട് പറയുകയാണ് വേണ്ടത്. വിലയിരുത്താം. അയൽവാസികൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ അതൊക്കെ സ്വയമായിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇനി പൂരിപ്പിക്കാം. ലൈസൽ മുഅ്മിനു ഡാഷ് ജംബിഹി, ലൈസൽ മുഅ്മിനുല്ലദി യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. ഈ ഓരോ പാഠങ്ങളിലും വരുന്ന ഹദീസുകൾ കൂടെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. ഒരുപക്ഷെ ഇതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൂടെ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് പാഠം 3, വിരുന്നൂട്ടൽ. എന്താണ് വിരുന്നൂട്ടൽ എന്ന് പറഞ്ഞാൽ? സൽക്കാരം. നമ്മുടെ കുടുംബക്കാരോ മറ്റോ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ സൽക്കരിക്കാറില്ലേ? അതിനാണ് വിരുന്നൂട്ടൽ എന്ന് പറയുക. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. വിരുന്നിന്റെ മര്യാദകൾ എന്തൊക്കെ? ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. തുടക്കത്തിൽ തന്നെ മനോഹരമായ ഒരു പാട്ടുണ്ട്. അത് മനോഹരമായി കേൾക്കാൻ ഇവിടെ ഒരു QR കോഡ് തന്നിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ മനോഹരമായ പാട്ട് നിങ്ങൾക്ക് കേട്ട് ആസ്വദിക്കാം. ഏതായാലും നമുക്ക് പാടാം. വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം, വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം, വിരുന്നുകാരാൽ ബറക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം, വിരുന്നുകാരവർ റഹ്മത്താണെന്നാശയമെന്തൊരു സന്ദേശം. കണ്ടോ? വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ വല്ലാത്ത ഒരു ഉന്മേഷമാണ്. വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ, അവർക്ക് ഭക്ഷണം ഒരുക്കാൻ വീട്ടുകാർക്ക് ആവേശമാണ്. വിരുന്നുകാരാൽ ബറക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോ, അതിഥികൾ വരുമ്പോ, അതിലൂടെ നമ്മുടെ വീട്ടിൽ വലിയ ബറക്കത്ത് അല്ലാഹു തആല നൽകും. വിരുന്നുകാരവർ റഹ്മത്താണെന്നാശയം എന്തൊരു സന്ദേശം. വിരുന്നുകാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അത് റഹ്മത്താണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബന്ധുക്കളും മറ്റും നിങ്ങളുടെ വീടുകളിൽ വിരുന്നെത്തുന്നതും
അവരുടെ വീടുകളിലേക്ക് വിരുന്നു പോകുന്നതും നിങ്ങൾക്കിഷ്ടമാണല്ലോ. അതിഥികളെ, വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അതും നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഇനി വിരുന്നിന്റെ മര്യാദകൾ, താഴെ പറയാൻ പോകുന്ന പോയിന്റ്സുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് വിരുന്നിന്റെ മര്യാദകൾ? പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ, വിരുന്നുകാരെ മുഖപ്രസന്നതയോടുകൂടെ, പ്രസന്ന ഭാവത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ നമ്മൾ അവരെ സ്വീകരിക്കണം. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളുമായിട്ട് നമ്മൾ സംസാരിക്കണം. അവരുടെ സുഖവിവരങ്ങൾ നമ്മൾ അന്വേഷിക്കണം, ചോദിക്കണം. അല്ലാതെ അവരെ ഒരു മൈൻഡും ചെയ്യാതെ നമ്മൾ മൊബൈലിലും കളിച്ചിരിക്കലല്ല അവരോട് കാണിക്കേണ്ട മര്യാദ. മറിച്ച് അവരുടെ സുഖവിവരങ്ങൾ നമ്മൾ അന്വേഷിക്കണം. വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. ഇത് വരുന്ന ആള്, അതിഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം. അവർ മടങ്ങുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതും വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് വിരുന്നിന്റെ മര്യാദകളിൽ വരുന്നത്. നിർബന്ധമായും ഈ പോയിന്റുകൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ബഹുമാനിക്കണം. അവരോട് കാണിക്കേണ്ട മര്യാദകൾ നമ്മൾ കാണിക്കണം. അതെല്ലാം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഉത്തരം എഴുതാം. 1. അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് 3 എഴുതുക. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും 3 എഴുതിയാൽ മതി. പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം. ഏതെങ്കിലും 3 പോയിന്റുകൾ എഴുതാവുന്നതാണ്. 2. അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ 2 എഴുതുക. എന്താണ് ഈ വരുന്ന ആള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് അതിഥികൾ ശ്രദ്ധിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് അവസാനത്തെ പാഠം, അദബ് വേണം ഭോജനത്തിലും. ഭോജനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ. അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ. ആ മര്യാദകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണ് ആ മര്യാദകൾ? കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബുമായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചുണ്ടാക്കിയ ഭക്ഷണമായിരിക്കണം. അതുപോലെ ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണമായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് എന്ന് കരുതുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ നിയ്യത്ത് എന്താണ്? ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യമുണ്ടാവണം. ആ ആരോഗ്യം ഉപയോഗിച്ച് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യണം. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കരുതേണ്ടത്. 2 കൈകളും വായയും കഴുകണം. ഇരുന്ന് കഴിക്കുക, വലതു കൈ കൊണ്ട് കഴിക്കുക. തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ട് കഴിക്കുക. തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലുക. അല്പാൽപമായി കഴിക്കുക. നന്നായി ചവച്ചു തിന്നുക. ധൃതി കാണിക്കാതിരിക്കുക. തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക. താഴെ വീണാൽ എടുത്തു വൃത്തിയാക്കി കഴിക്കുക. ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. സംഘമായി ഭക്ഷണം കഴിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഓമ്പുക. ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴിക്കുക. ശേഷം കൈയും വായയും കഴുകുക. അവസാനം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന ദുആയും നമ്മൾ ചൊല്ലുക. ഇതെല്ലാമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ. ഇനി ഉത്തരം എഴുതാം. എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്?
ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആരോഗ്യം ഉണ്ടാവുമ്പോഴേ നമുക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാവാനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം നാം എന്തു ചൊല്ലണം? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നാണ് ചൊല്ലേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകളിൽ നിന്ന് 4 എഴുതുക. നമ്മൾ ധാരാളം പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അല്പാൽപമായി കഴിക്കുക, നന്നായി ചവച്ചു തിന്നുക, ധൃതി കാണിക്കാതിരിക്കുക, തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക, ബിസ്മി ചൊല്ലുക, അങ്ങനെ ധാരാളം പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 4 എഴുതിയാൽ മതി. എന്തു ചെയ്യണം? ഭക്ഷണം താഴെ വീണാൽ എന്താ ചെയ്യേണ്ടത്? അതെടുത്ത് വൃത്തിയാക്കി നമ്മൾ കഴിക്കണം. വേസ്റ്റ് ആക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വിരലുകൾ ഓമ്പണം. തുടക്കത്തിൽ ബിസ്മി മറന്നാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് നമ്മൾ ഓർമ്മ വരുമ്പോൾ പറയണം. ഇനി ശീലമാക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം വിരൽ കൊണ്ട് തുടച്ചെടുക്കുകയും വിരലുകൾ ഓമ്പുകയും ചെയ്യൽ. ഈ ശീലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാത്രം വടിച്ച് തുടച്ച് നമ്മുടെ വിരലുകളൊക്കെ ഓമ്പുന്ന ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ കാണുന്നവർ എന്താണ് വിചാരിക്കുക എന്ന് ചിന്തിച്ച് അതൊരു മടിയായി കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഇനി പ്രയോഗിക്കാം. വിദ്യാർത്ഥികൾ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ സംഘമായി അദബുകൾ പാലിച്ച് ഭക്ഷണം കഴിക്കൽ. ഇത് ഒരു ആക്ടിവിറ്റിയാണ്. ഇൻഷാ അല്ലാഹ് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് ലഭിച്ചതിന് ശേഷം വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ഉസ്താദിനെയും കൂട്ടി നല്ല ഒരു ഫുൾ കുഴിമന്തി എല്ലാം വാങ്ങിയിട്ട് ഒരുമിച്ചിരുന്ന് ഈ മര്യാദകളൊക്കെ പാലിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഉസ്താദിനോട് ചോദിക്കാം, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. എന്താണ് ഇതിന്റെ ആശയം? എൻ്റെ ഒരു കഴിവും കൂടാതെ ഈ ഭക്ഷണം നൽകുകയും ഇതെന്റെ ഉപജീവനമാക്കുകയും ചെയ്ത അല്ലാഹുവിനിക്കാകുന്നു സർവസ്തുതിയും. ഈ ദുആയാണ്, ഈ ദിക്റാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ടത്. ഇത്രയും പാഠങ്ങളാണ്, ഈ 4 പാഠങ്ങളാണ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആർക്കെങ്കിലും ഈ പാഠങ്ങളിൽ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ നിർബന്ധമായും നിങ്ങൾ ഷെയർ ചെയ്യണം. അല്ലാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.